EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കേരള മുഖ്യമന്ത്രിമാരിൽ ആരെങ്കിലും പൊതു ഇടത്തിൽ ആരെയെങ്കിലും അധിക്ഷേപിക്കുകയോ മാന്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുകയോ ചെയ്തതായി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ അങ്ങനെയൊന്ന് കണ്ടുകിട്ടില്ല. EMSും അച്യുതമേനോനും കരുണാകരനുമെല്ലാം രാഷ്ട്രീയത്തിലെ എതിരാളിയെയോ മറ്റാരെയെങ്കിലുമോ മോശമായ ഒരു പദപ്രയോഗം കൊണ്ടു വിശേഷിപ്പിച്ചതായി ആർക്കും പറയാനാവില്ല. നർമ്മത്തിൽ ചാലിച്ച സംഭാഷണവും പ്രസംഗശൈലിയും സ്വതസിദ്ധമായുള്ള നായനാർ ആളുകളെ പരിഹസിക്കുമെങ്കിലും ആർക്കുനേരെയും അസഭ്യവാക്കുകൾ പ്രയോഗിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ രാഷ്ട്രീയ പ്രതിയോഗികളെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് കീറിമുറിക്കുമായിരുന്നെങ്കിലും മോശമായ വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നില്ല. പിണറായി വിജയൻ ഇവർക്കെല്ലാം അപവാദമാണ് ഇക്കാര്യത്തിൽ. പാർട്ടി സെക്രട്ടറിയായ കാലത്ത് ചെയ്തിരുന്ന പ്രവൃത്തി മുഖ്യമന്ത്രിയായ ശേഷവും അദ്ദേഹം തുടർന്നുപോന്നു. എതിർ പാർട്ടികളിൽപ്പെട്ടവരെയും സ്വന്തം പാർട്ടി വിട്ടുപോകുന്നവരെയും യാതൊരു ലജ്ജയും കൂടാതെ അദ്ദേഹം അസഭ്യം വിളിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്നാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് പിണറായി വിജയന് അറിയാത്തതല്ല. അതൊരു അലങ്കാരമായി അദ്ദേഹം കൊണ്ടുനടക്കുകയാണ്. MM മണിയെയും PC ജോർജിനെയും വരെ നാണം കെടുത്തുന്ന തലത്തിലേക്ക് വരെ ചില നേരങ്ങളിൽ പിണറായി എത്തിപ്പെടുന്നു. CPM വിട്ട് 2009-ൽ ഒഞ്ചിയത്ത് RMB രൂപീകരിച്ച TP ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിളിച്ചതിലൂടെയാണ് പിണറായിയുടെ വ്യക്തി അധിക്ഷേപങ്ങൾ പൊതുജനശ്രദ്ധയിൽ വന്നത്. അന്നദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയാണ്. 2012-ൽ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശേഷവും ഈ പ്രയോഗം പിണറായി ആവർത്തിച്ചു. കുലങ്കുത്തിയെന്ന് വിളിച്ചതിൽ ഖേദമുണ്ടോ എന്ന ചോദ്യത്തിന് കുലങ്കുത്തിയെന്നും കുലങ്കുത്തി തന്നെ എന്നാണ് പിണറായി പറഞ്ഞത്. ഇതേസമയം ചന്ദ്രശേഖരൻ ധീരനായ കമ്മ്യൂണിസ്റ്റായിരുന്നുവെന്നാണ് VS അന്ന് വിശേഷിപ്പിച്ചത്. 2014-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലത്ത് മത്സരിച്ച RSP നേതാവ് NK പ്രേമചന്ദ്രനെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പരനാറി എന്ന് വിളിച്ചത് അന്നത്തെ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പ്രേമചന്ദ്രന് സഹായകമായി. എതിരാളിയായ MA ബേബിയുടെ തോൽവിക്ക് പിണറായിയുടെ വിളിമൂലം ആഘാതം കൂടി. 3 പൊതുയോഗങ്ങളിൽ പിണറായി ഈ പ്രയോഗം നടത്തി. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് LDF വിട്ട് RSP UDFിലേക്ക് പോകുകയും പ്രേമചന്ദ്രൻ കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയായി രംഗത്തുവരികയും ചെയ്ത പശ്ചാത്തലമായിരുന്നു പരനാറി വിളിക്ക് പിന്നിൽ. പിണറായിയുടെ വിളിയാണ് പരാജയ കാരണമെന്ന് CPI തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തിയിരുന്നു. MA ബേബിക്കും പരനാറി വിളിയിൽ എതിരഭിപ്രായമുണ്ടായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും MLAയുമായിരുന്ന മത്തായി ചാക്കോ ക്യാൻസർ ബാധിതനായി ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ അവസാന നാളിൽ അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് വെളിപ്പെടുത്തിയ താമരശ്ശേരി ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിയെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് പിണറായിക്കെതിരെ വലിയ തോതിൽ ക്രൈസ്തവ രോഷത്തിന് ഇടവരുത്തിയിരുന്നു. അത് തണുപ്പിക്കാൻ പിന്നീട് അദ്ദേഹത്തിന് അരമനകളിൽ കയറിയിറങ്ങേണ്ടിവന്നു. യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനം മുൻ തലവൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പരസ്യമായി പറയുന്ന ആളായിട്ടും അദ്ദേഹത്തെയും പിണറായി വിജയൻ വിട്ടില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല എന്നൊരു പ്രതികരണം മാർ കൂറിലോസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFന് നേരിട്ട തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു അത്. ധാർഷ്ട്യവും ധൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളാകും സർക്കാരിനെ കാത്തിരിക്കുക എന്നും രോഗം ആഴത്തിലുള്ളതാണ്, തൊലിപ്പുറമേയുള്ള ചികിത്സ കൊണ്ട് കാര്യമില്ല എന്നും അദ്ദേഹം കുറിച്ചു. പുരോഹിതന്മാരിലും വിവരദോഷികൾ ഉണ്ടാകാം എന്നാണ് അതിനോട് പിണറായി പ്രതികരിച്ചത്. നാട്യങ്ങളില്ലാതെ പെരുമാറുന്ന ആൾ എന്ന് പിണറായിയെ വിശേഷിപ്പിച്ച ആൾ കൂടിയാണ് മാർ കൂറിലോസ് എന്നോർക്കണം. ഉയരം കുറഞ്ഞ ഒരു MLAയെക്കുറിച്ച് 8 അട്ടിവെച്ചതുപോലെ എന്ന ബോഡി ഷെയ്മിംഗ് മുഖ്യമന്ത്രി നടത്തിയത് നിയമസഭയിലാണ്. വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളുമുണ്ടാക്കിയ പ്രതിപക്ഷ MLAമാരിൽ ഒരാളുടെ ഉയരം കുറവിനെയാണ് സഭയിൽ പിണറായി വിജയൻ പരിഹസിച്ചത്. കണ്ണൂരിൽ കൂത്തുപറമ്പ് ഭാഗത്തെ നാടൻ പ്രയോഗമാണിത് എന്നായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് CPM വിട്ട് UDF പിന്തുണയിൽ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന മുൻ മന്ത്രിയും 6 പതിറ്റാണ്ടിന്റെ പാർട്ടി പാരമ്പര്യമുള്ള G സുധാകരനെ ചെറ്റ എന്ന് വിശേഷിപ്പിച്ചതാണ് പിണറായിയുടെ കുപ്രസിദ്ധ ഭാഷാപ്രയോഗങ്ങളിൽ ഏറ്റവും അടുത്തത്. ചെറ്റ എന്ന് താൻ വിളിച്ചിട്ടില്ലെന്നും ചെയ്തത് ചെറ്റത്തരമെന്നാണ് പറഞ്ഞത് എന്ന് പിന്നീട് വിശദീകരിച്ചു. ചെറ്റത്തരം ചാരുതയുള്ള പ്രയോഗമെന്നാണ് പാർട്ടിയുടെ മറ്റൊരു ഭാഷാവിദഗ്ധനായ PB മെമ്പർ A വിജയരാഘവന്റെ വിശദീകരണം. ചെറ്റത്തരമെന്നാൽ അല്പത്തമാണെന്ന് ശബ്ദതാരാവലിയുമായി മാധ്യമങ്ങളുടെ മുന്നിൽ CPMന്റെ ന്യായീകരണ പ്രമുഖ് AK ബാലനും എത്തി. ഉൾപാർട്ടി ജനാധിപത്യവും തെറ്റുതിരുത്തൽ പ്രക്രിയയുമൊക്കെയുള്ള പാർട്ടിയാണ് CPM. എന്നാൽ പിണറായി വിജയന്റെ ഭാഷാപ്രയോഗങ്ങൾ അതിരുവിടുന്നു എന്ന വിമർശനം പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടായതായി അറിവില്ല.
പാർട്ടി പ്രവർത്തകർ അതിൽ ആഹ്ലാദിക്കുന്ന കാഴ്ചയാണ് സമൂഹമാധ്യമങ്ങളിൽ കാണുന്നത്. പറഞ്ഞത് കുറഞ്ഞുപോയി എന്ന പ്രതീതി. തന്റെ ശൈലിയിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് പല ഘട്ടത്തിലും പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. ഈ ശൈലിയാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്ന് അദ്ദേഹം സ്വയം ന്യായീകരിക്കുന്നു. എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും അവർ നിശബ്ദരാണ്. മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്നയാൾ തുടർച്ചയായി ഇങ്ങനെ സഭ്യേതര പ്രയോഗങ്ങൾ നടത്തിയിട്ടും അതിനെ ചോദ്യം ചെയ്യാൻ അവർ മുന്നോട്ടു വരുന്നില്ല. ഒറ്റപ്പെട്ട ഒരു ശബ്ദം ഇതിനിടയിൽ കേട്ടത് സുഭാഷ് ചന്ദ്രന്റേതാണ്. അതൊന്ന് കേൾക്കാം. ചെറ്റ എന്ന് പറയുമ്പോൾ എൻ്റെ മനുഷ്യനാമോ എന്നുള്ള നോവലൊരു അധ്യായം തന്നെ അങ്ങനെ ചെറ്റയെ പറ്റി എഴുതിയിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ കുടിലിന്റെ പേരാണ് ചെറ്റ. ഓല കുത്തിമറിച്ച ഒരു ചെറിയ വീട്. അതൊരു ശകാരപദമായി നമ്മൾ മലയാളികൾ ഉപയോഗിക്കുമ്പോൾ ചെറ്റയിൽ ജീവിച്ച ഓരോരുത്തരും വേദനിക്കുന്നുണ്ട്. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിയിൽ ജീവിക്കുന്നതിന്റെ ജീവിതമാണ്. അവനെ സംബന്ധിച്ചുള്ള അത് ഒട്ടും നമ്മളെക്കാൾ ഒട്ടും മോശമല്ല. അവന്റെ ജീവിതാനുഭൂതികൾ, ഓർമ്മകൾ മുഴുവനും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ചില നേതാക്കന്മാർ, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പോലും അധികാരം കിട്ടിക്കഴിയുമ്പോൾ പതുക്കെ സ്വയം സവർണനും ഫ്യൂഡലുമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെറ്റത്തരം കാണിച്ച പിന്നെ ചെറ്റത്തരം കാണിച്ച പിന്നെ ചെറ്റാന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തിരുത്തി കൊടുക്കാനായില്ല. ചുറ്റുപാടും ആളുകളുണ്ട്, ബുദ്ധിമാന്മാരായ സംസ്കാര സമ്പന്നരായ കവിതയും കഥയും ഒക്കെ എഴുതുന്ന എഴുത്തുകാരൊക്കെ ചുറ്റും പറ്റിക്കൂടി നിൽക്കുന്നുണ്ട്. സാർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. സാർ ഇത് പറയരുത്. നമ്മുടെ പാർട്ടി ഈ ചെറ്റക്കുടിൽ താമസത്തിന്റെ വോട്ട് കൊണ്ടാണ് നമ്മുടെ പാർട്ടി ലോകത്തിൽ ആദ്യമായിട്ട് അധികാരമേറ്റിയ പാർട്ടിയായി മാറിയത്. നാറി എന്ന് വിളിക്കുക. വേർത്തവന്റെ കളിപ്പേരാണ് നാറി. ഫ്യൂഡൽ സപ്പർമഞ്ച കട്ടിലിരിക്കുമ്പോൾ പറമ്പിൽ പണിയെടുത്തു വരുന്ന അവനെ നാറി എന്ന് സംബോധന ചെയ്യുന്ന ഒരു മോളിലിരുന്നുള്ള സംബോധനയാണ്. പരനാറി എന്ന് വെച്ചാൽ മലം ചുമക്കുന്നവനാണ്, പരമമായ നാറ്റമുള്ളവൻ. 1950 തന്നെ തകഴി ശിവശങ്കരപ്പിള്ള തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവൽ എഴുതി ഈ പരമനാറ്റമുള്ള നായകസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഇവനും മനുഷ്യനാണ്, അവന്റെ ജീവിതത്തിന്റെ നായകൻ അവനാണ്, നമ്മളല്ല എന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചു മലയാളികൾക്ക്.